1950 ശേഷം ഉണ്ടാക്കിയ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവ സ്ഥലത്തുണ്ടാക്കിയ, റസൂലുള്ളാഹി ജനിച്ച സ്ഥലത്തുണ്ടാക്കിയ ലൈബ്രറി പോലും പൊളിച്ചു മാറ്റാൻ വഹാബി പണ്ഡിതന്മാർ സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്നല്ല, ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ, ഖദീജ ബിയുടെ വീട് പൊളിച്ച് കക്കൂസാക്കിയ വിവരവും ഈ ലേഖനത്തിൽ പറയുന്നു. ന്യൂയോർക്ക് ടൈംസ് 2014 സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിച്ച ലേഖനം. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട് ഇന്ന് കക്കൂസാണ്. 989 ശേഷം അത് കക്കൂസാണ് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഗോർമെസ് 2014 ഒക്ടോബർ 1 തുർക്കിയിലെ പത്രമായ ഹുർരിയത്ത് ഡെയിലിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. തുർക്കീസ് ടോപ്പ് ക്ലറിക് ഇസ്ലാംസ് സൗദി ഓവർ മക്ക സ്കൈ സ്ക്രേപ്പേഴ്സ് എന്നാണ് ഈ ലേഖനത്തിന്റെ ഹെഡിങ്. ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളുടെ ഏറ്റവും പരിപാവനമായ മക്കൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ് എല്ലാം തകർത്ത ഇന്നത്തെ കൂറ്റൻ നിർമ്മിതികൾ എന്നാണ്. എല്ലാം തകർത്തു തരിപ്പണമാക്കി ഇന്ന് കൂറ്റൻ നിർമ്മിതികളാണ്. വലിയ വലിയ ക്ലോക്ക് ടവർ, ഹിൽട്ടൺ ഹോട്ടൽ, ഇതെല്ലാം ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും പുണ്യ റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം നശിപ്പിച്ച് ഇസ്ലാമിന്റെ പരിപാവനമായ സ്മരണയ്ക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുകയാണ് ഈ പുതിയ കെട്ടിടങ്ങൾ എന്ന് പറയുന്നു. അതിൽ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട്. 2014 ഹജ്ജിന് പോയപ്പോൾ ക്ലോക്ക് ടവറിൽ ഒരു മുറിയെടുത്തു. 20ാം നിലയിലാണ് അദ്ദേഹത്തിന് മുറി കിട്ടിയത്. ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. മുഹമ്മദ് ഗോർമസ് തുർക്കിയിലെ പത്രമായ ഹുർരിയത്ത് ഡെയിലിയിൽ അദ്ദേഹം എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്നു 20ാം നിലയിലാണ് മുറി കിട്ടിയത്. മുറിയിൽ ചെന്ന് ജനൽ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ കാൽമുട്ട് വിറച്ചുപോയി. എന്തുകൊണ്ട്? ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നത് മക്കയുടെ മുകളിലാണ്, കഅബാലയത്തിന്റെ മുകളിലാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. പരിശുദ്ധ കഅബ എത്രയോ താഴെയാ, ഇയാളെ കിടപ്പും എത്രയോ മേലെയാ. അപ്പോഴത്തിന് കാൽമുട്ട് വിറച്ചുപോയി. നേരെ റൂമിന്റെ ചാവി റിസപ്ഷനിൽ തിരിച്ചു കൊടുത്തു. സൗകര്യം ഉണ്ടെങ്കിൽ താഴത്ത് മുറി മതി എന്ന് പറഞ്ഞു. അങ്ങനെ താഴത്തെ മുറി അവർ മാറ്റി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വഹാബികളാൽ ശരി, അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ വഹാബികൾ ചരിത്ര സ്മാരകങ്ങളാണ് നശിപ്പിക്കുന്നത്. നാളെ ചരിത്രം തന്നെ നശിപ്പിക്കും എന്ന് പറയുന്നു. ചരിത്രം നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തേക്ക് പിന്നെ വരാം. കിതാബുകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. വഹാബികൾ ഇസ്ലാമിന്റെ കിതാബ് മാറ്റി എഴുതിയിട്ടുണ്ട്. പിന്നീട് വരാം, അവർക്കൊക്കെ ഞാൻ വരും. ഇപ്പോൾ ഇസ്ലാമിന്റെ ചരിത്ര സ്തംഭങ്ങളാണ് നശിപ്പിക്കുന്നത്. വഹാബികൾ ഇനി ഇസ്ലാമിന്റെ ചരിത്രം തന്നെ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ലേഖനം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങൾ ദുഃഖകരം. ഒരു മതം ഭൂമിയിലേക്ക് സ്ഥിരതയും സുരക്ഷിതത്വവുമാണ് കൊണ്ടുവന്നത്. എന്നാൽ ഈ മതം ഇന്ന് ലോകത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് വഹാബികൾ കാരണമായിട്ട്. ISIS, ബോക്കോ ഹറം, അൽ-ഷബാബ് എന്നീ തുടങ്ങിയ വഹാബി ഭീകര സംഘടനകൾ ഇതേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ ലേഖനത്തിൽ പറഞ്ഞുകൊണ്ടാണ് ലേഖനം സംഘടിപ്പിക്കുന്നത്. 2014 ഒക്ടോബർ 1 മുഹമ്മദ് ഗോർമസിന് ഈ നിർമ്മിതിക്കും ഈ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അടക്കമുള്ളവരുടെ വീട് നശിപ്പിച്ചതിനെതിരെ അദ്ദേഹത്തിന്റെ ലേഖനം വന്നിട്ടുണ്ട്. അതേ വർഷം 2014 ഒക്ടോബർ 28 ഇസ്രായേൽ നാഷണൽ ന്യൂസ് ഡെയിലിയിൽ ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെ ശ്രദ്ധിക്കാം. 2014 ഒക്ടോബർ 28 ഇസ്രായേൽ നാഷണൽ ന്യൂസ് ഡെയിലിയിൽ വന്ന ലേഖനത്തിന്റെ ഹെഡിങ് ഹോം ഓഫ് മുഹമ്മദ്സ് വൈഫ് ടേൺ ടു എ ടോയ്ലറ്റ് എന്ന്. മുഹമ്മദിന്റെ ഭാര്യയുടെ വീട് കക്കൂസാക്കി മാറ്റി എന്നാണ്. ഖദീജ ബിയുടെ ഒരു മാല കണ്ടപ്പോൾ റസൂൽ കരഞ്ഞിട്ടുണ്ട്. ഇടങ്ങളുടെ മുന്നിൽ എങ്ങനെ റസൂലിന്റെ മുന്നിൽ നിൽക്കും? പിന്നീട് ഉസ്മാൻ ബിൻ അബ്ദുൽ ആസിനെ ബദർ യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടു. അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സൈനബ് ബീവി, ഉസ്മാൻ ബിൻ അബ്ദുൽ ആസിന്റെ ഭാര്യ, അതെ റസൂലുള്ളാഹിന്റെ മോള് സൈനബ് ബീവി ഒരു മാല കൊടുത്തയച്ചു. ആ മാല ഏതാണെന്ന് വെച്ചാൽ സൈനബ് ബീവിയുടെ കല്യാണത്തിന്റെ അന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കഴുത്തിലെ മാല മകളെ കഴുത്തിൽ കെട്ടിക്കൊടുത്താണ്.
ഈ മകളെ ഭർത്താവ് മുശ്രിക്കായിരുന്നു. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹിക്ക് എതിരെ വന്ന സംഘത്തിലുണ്ട്. അയാൾ പിന്നെ ബന്ദിയാക്കപ്പെട്ടു. മോചനദ്രവ്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഈ മാല അടക്കമുള്ള കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചു. ആ മാല കണ്ടപ്പോൾ ഹബീബ റസൂലുള്ളാഹി കരിഞ്ഞു. എന്തുകൊണ്ട്? ഇത് ഖദീജയുടെ മാലയാണ്, ഇതെന്നെ കരയിപ്പിക്കുകയാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ, എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞു? എങ്ങനെ ഇവര് ചെയ്തപ്പോൾ നമ്മൾ നോക്കുന്നു. ഇസ്രായേൽ നാഷണൽ ന്യൂസ് ഡെയിലിയാണ് ഈ ലേഖനം വരുന്നത്. എന്താ ലേഖനത്തിന്റെ ഹെഡിങ്? ഹോം ഓഫ് മുഹമ്മദ്സ് വൈഫ് ടേൺ ടു എ ടോയ്ലറ്റ്. മുഹമ്മദിന്റെ ഭാര്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ വീട് ഒരു കക്കൂസാക്കി മാറ്റപ്പെട്ടു എന്നാണ് ഹെഡിങ്. ആ ഹെഡിങ്ങിൽ മുഴുവനും മുസ്ലിങ്ങളെ കളിയാക്കുന്നു. മുഹമ്മദിനെ ഇപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് ഇത്രയേ വിലയുള്ളൂ എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. മക്കയിലെ ഷോപ്പിംഗ് മാളുകൾക്കെതിരെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. പാരീസിൽ തന്നെ എന്ന നീലചിത്ര നടിയുടെ ബ്രാൻഡുള്ള സാധനങ്ങൾ ആണ് ഇപ്പോൾ ഹറമിൽ വിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ലേഖനം കളിയാക്കുന്നു. ഇസ്രായേൽ ന്യൂസ് ഡെയിലിയിലാണ്, ഈ നാഷണൽ ന്യൂസ് ഡെയിലിയിലാണ് ഈ ലേഖനം വരുന്നത്. വളരെ ചിന്തിക്കണം. കഴിഞ്ഞില്ല. ഇത് 2014 ഒക്ടോബർ 28 ഇസ്രായേൽ നാഷണൽ ന്യൂസ് ഡെയിലിയിലെ ഈ ലേഖനം. അതേ വർഷം 2014 നവംബർ 14 ന്യൂയോർക്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന ലോക പ്രശസ്തമായ ടൈം മാഗസിൻ ഇതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട്. ബുൾഡോസേഴ്സ് ഓവർ ഹെറിറ്റേജ് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. ചരിത്ര സ്മാരകങ്ങളുടെ മേൽ ബുൾഡോസറുകൾ ഉരുളുന്നു എന്നാണ് ആ ലേഖനത്തിൻ്റെ. ബുൾഡോസേഴ്സ് ഓവർ ഹെറിറ്റേജ് എന്നാണ് ആ ലേഖനത്തിന്റെ ഹെഡിങ്. ഈ ലേഖനത്തിൽ പറയുന്നത് മഹാനായ സയ്യിദ്ന സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട് ഹിൽട്ടൺ ഹോട്ടലാക്കിയ കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഹംസ റളിയല്ലാഹുവിന്റെ വീട് പൊളിച്ച കാര്യം ഇതിൽ പറയുന്നുണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് പൊളിച്ച് തകർത്തത് ഇതിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചക്കുപ്പ വഹാബികൾ തകർക്കലിന്റെ ഭീഷണിയിലാണെന്ന കാര്യവും ഈ ടൈം മാഗസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നവംബർ 14 2014 നവംബർ 14 ബുൾഡോസേഴ്സ് ഓവർ ഹെറിറ്റേജ് എന്ന പേരിൽ ടൈം മാഗസിനിൽ, ന്യൂയോർക്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടൈം മാഗസിനിൽ ഈ ലേഖനം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഉഹദ് യുദ്ധ സമയത്ത് പരിക്കേറ്റവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചുമന്നു കൊണ്ടുപോയി കിടത്തി ശുശ്രൂഷിച്ചവർ എന്ന് പറയുന്ന ഒരു കിടങ്ങ് പോലെയുള്ള സ്ഥലമുണ്ടായിരുന്നു മദീനയിൽ, ഉഹദിന്റെ താഴ്വരയിൽ. അവിടെ ഒരാളും ബറക്കത്തെടുക്കാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ഇട്ട് മൂടിയ കാര്യം ഈ ലേഖനത്തിലുണ്ട്. ഹബീബായ നബി പരിക്കേറ്റവരെ ചുമലിൽ ഏറ്റിക്കൊണ്ടുപോയി കിടത്തി ശുശ്രൂഷിച്ചു. മുഹമ്മദ് മുസ്തഫ അത് കോൺക്രീറ്റ് ഇട്ട് മൂടിയ കാര്യം ഇതിൽ പറയുന്നുണ്ട്. മക്കയിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന വേറെ ഒരു പള്ളി തകർത്ത് ഇപ്പോൾ ATM കൗണ്ടറാക്കിയ കാര്യം ഈ ലേഖനത്തിലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിൽ മസ്ജിദ് അബൂബക്കർ എന്നൊരു പള്ളി ഉണ്ടായിരുന്നു വേറെ. ആ പള്ളി തകർത്തിട്ട് അവിടെ പോയി ATM കൗണ്ടറാണ്. ആരാ ലേഖനം എഴുതുന്നത്? ന്യൂയോർക്ക് ടൈംസ്, ന്യൂയോർക്കിലും ടൈം മാഗസിൻ, ലോക പ്രശസ്ത മാഗസിനാണ് ടൈം മാഗസിൻ റിപ്പോർട്ട്. മാത്രമല്ല, ഹജ്ജിനോട് വഹാബികൾക്കൊരു ബഹുമാനവും ഇല്ല. എണ്ണ കഴിഞ്ഞാൽ രണ്ടാമത്തെ വരുമാനം ഹജ്ജ് കൊണ്ടുണ്ടാവുക എന്നതാണ് ഹജ്ജ് കൊണ്ട് വഹാബികൾ ഉദ്ദേശിക്കുന്നത് എന്നീ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് പൊളിച്ച് കക്കൂസാക്കിയ കാര്യം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ടൈം മാഗസിൻ, ഞാനല്ല. വളരെ ചിന്തിക്കണം. എന്തുകൊണ്ട് പഠിക്കേണ്ടവർ ഇത് പഠിച്ചില്ല? ഇത് പഠിക്കേണ്ടവർ എന്ത് പഠിക്കാം? ഇതൊക്കെ പഠിക്കേണ്ടവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ കുറ്റകരമായ ഒരു തരം അനാസ്ഥ കാണിച്ചു. രാഷ്ട്രീയക്കാരെ പിന്നിൽ കൊയലൂടാൻ പോയി. രാഷ്ട്രീയക്കാർ പറയുന്ന ലേഖനങ്ങൾ എഴുതുകയും രാഷ്ട്രീയക്കാർ പറയുന്ന പ്രസംഗം നടത്തുകയും ചെയ്തു.
രാഷ്ട്രീയക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം നാവിൽ നിന്ന് വരാതിരിക്കാൻ സൂക്ഷിച്ചു. അള്ളാഹു കോപിച്ചാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ കോപിച്ചാലും വേണ്ടില്ല, അത് നമുക്ക് പ്രശ്നമല്ലാതായി. ഇത് തന്നെ പ്രശ്നം. ഈ ലേഖനം വരുന്നത് ടൈം മാഗസിനാണ്. 2014 നവംബർ 14. 2014 തന്നെ നവംബർ 14 ഈ കഴിഞ്ഞ ടൈം മാഗസിന്റെ ലേഖനം. 2014 തന്നെ നവംബർ 28 അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ കീഴിലുള്ള ഒരു മാസികയാണ് മിന്റ്. ഈ മിന്റിൽ ഇതിനെതിരെ ലേഖനം വന്നിട്ടുണ്ട്. ദിസ് വേ ടു മക്ക ഹിൽട്ടൺ എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. ദിസ് വേ ടു മക്ക ഹിൽട്ടൺ എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. പാരീസ് ഹിൽട്ടൺ എന്ന മക്ക തകർത്തിപ്പോൾ പാരീസ് ഹിൽട്ടൺ എന്ന നീലചിത്ര നടിയുടെ സാധനങ്ങളാണ് ഇപ്പോൾ മക്കയിൽ കാണാനുള്ളത് എന്ന് പറഞ്ഞ് ഈ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ കീഴിലുള്ള മാസികയാണ് മിന്റ്. അമേരിക്കയിൽ വരുന്ന മാസികയാണ്. ആ മാസികയിൽ ഇതിനെതിരെ ലേഖനം വന്നിട്ടുണ്ട്. ഇതെല്ലാം വഹാബി പണ്ഡിതന്മാരുടെ അധിനിവേശത്തിന് ശേഷമാണ് ഇങ്ങനെയായതെന്നും സൂഫികളായ ആലിമീങ്ങൾ ലോകത്ത് ഇത് എതിർക്കുന്നു. പക്ഷേ അവരുടെ എതിർപ്പ് ഇപ്പോൾ വഹാബികളുടെ ശക്തി കാരണം വിലപ്പോകുന്നില്ല എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ ലേഖനം 2014 നവംബർ 28 മിന്റ് എന്ന മാസിക അമേരിക്കയിൽ നിന്ന് വാൾ സ്ട്രീറ്റ് ജേണലിന് കീഴിലുള്ള മാസികയാണ് മിന്റ്. മിന്റിലാണ് ഈ ലേഖനം വരുന്നത്. ദിസ് വേ ടു മക്ക ഹിൽട്ടൺ എന്നാണ് ആ ലേഖനത്തിന്റെ ഹെഡിങ്. കഴിഞ്ഞില്ല. 2015 നവംബർ 18 മിഡിൽ ഈസ്റ്റ് ഐ ന്യൂസ് ഡെയിലി ഇതിനെതിരെ ബ്രിട്ടൻ ആസ്ഥാനമായുള്ള മിഡിൽ ഈസ്റ്റ് ഐ ന്യൂസ് ഡെയിലി ഇതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള കണ്ണ്, ഇതാണ് ന്യൂസ് ഡെയിലിയുടെ പേര്. സൗദി കൾച്ചറൽ വാൻഡലിസം ഓഫ് മുസ്ലിം ഹെറിറ്റേജ് കണ്ടിന്യൂസ്. സൗദിയുടെ ഈ സാംസ്കാരികമായ കാര്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ, ശേഷിപ്പുകൾ, ചരിത്ര ശേഷിപ്പുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. സൗദി കൾച്ചറൽ വാൻഡലിസം ഓഫ് മുസ്ലിം ഹെറിറ്റേജ് കണ്ടിന്യൂസ് എന്നാണ് ലേഖനത്തിന്റെ പേര്, ഹെഡിങ്. ഈ ലേഖനത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചരിത്ര ശേഷിപ്പുകൾ ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ചരിത്രമുള്ളവ ഇപ്പോൾ ഇവ സ്വയം അവരോധിതരായ വഹാബി നേതാക്കളുടെ കയ്യിലാണ്. ഈ ചരിത്ര ശേഷിപ്പുകളെല്ലാം നശിപ്പിച്ച് വഹാബികൾ അവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാളുകൾ, മക്ഡൊണാൾഡ്സ്, KFC, സ്റ്റാർബക്സ്, ബർഗർ കിങ് എന്നിവയെല്ലാം നിർമ്മിക്കുകയാണ് എന്ന് ഈ ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് ഐയിൽ വന്ന ലേഖനമാണ്. ലണ്ടൻ ആസ്ഥാനമായുള്ള മിഡിൽ ഈസ്റ്റ് ഐയിൽ വന്ന ലേഖനം. പാരീസ് ഹിൽട്ടന്റെ നീലചിത്ര നടിയായ പാരീസ് ഹിൽട്ടന്റെ കട പോലും തുറക്കാൻ അനുമതി അവിടെയുണ്ട് എന്നും ഈ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് കാലിച്ചണ്ടയാക്കിയതും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് ഇപ്പോൾ കക്കൂസാണ് എന്നതുമെല്ലാം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ലേഖനമാണിത്. സൗദി കൾച്ചറൽ വാൻഡലിസം ഓഫ് മുസ്ലിം ഹെറിറ്റേജ് കണ്ടിന്യൂസ് എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. ഇത് 2015 നവംബർ 18 കഴിഞ്ഞില്ല. 2015 നവംബർ 19 ഫ്രാൻസിലെ ദി ആർട്ട് ന്യൂസ് പേപ്പർ ഇതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട്. വളരെ ചിന്തിക്ക്. ലോകത്തുള്ള കളിക്കാരൊക്കെ നമുക്കറിയാലോ, ലോകത്തുള്ള പന്തളിക്കാരൊക്കെ നമുക്കറിയാം. മലപ്പുറത്തും കോഴിക്കോട്ടുള്ള മാപ്പിളാർക്ക് ഇപ്പോൾ കളിക്കാരൊക്കെ അറിയാം. ലോകത്തെ വലിയ വലിയ കളിക്കാര്, ലോകത്തെ ഏറ്റവും വലിയ നടീനടന്മാര്, അതൊക്കെ അറിയും. ഹബീബാർസുള്ളാന്റെ കാര്യം അറിയും. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ശേഷിപ്പുകളും ഞാൻ നേരത്തെ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മക്കയിലെ ശേഷിപ്പ് എന്നാൽ അത് ഹബീബിന്റെ ശേഷിപ്പാണ്, സ്വഹാബത്തിന്റെ ശേഷിപ്പാണ്. ഇതിനെതിരെ ഫ്രാൻസിലുള്ള ദി ആർട്ട് ന്യൂസ് പേപ്പർ ഇതിനെതിരെ ലേഖനം എഴുതി 2015 നവംബർ 19. എന്റെ ഹെഡിങ് വൈ സൗദി അറേബ്യ ഡിസ്ട്രോയിങ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് മക്ക ആൻഡ് മദീന എന്നാണ് ഈ ലേഖനത്തിന്റെ ഹെഡിങ്. വൈ സൗദി അറേബ്യ ഡിസ്ട്രോയിങ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് മക്ക ആൻഡ് മദീന. എന്തുകൊണ്ടാണ് മക്കയിലെയും മദീനയിലെയും സാംസ്കാരികവും പൗരാണികവുമായ നിർമ്മിതികളെ, ശേഷിപ്പുകളെ എന്തുകൊണ്ടാണ് സൗദികൾ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു അന്വേഷണമാണ് ഈ ലേഖനം.
ഈ ലേഖനത്തിൽ പറയുന്നത് വഹാബികൾ വളരെ ആസൂത്രിതമായിട്ടാണ് മക്കയുടെയും മദീനയുടെയും തിരുശേഷിപ്പുകൾ നശിപ്പിക്കുന്നത് എന്നാണ്. വളരെ ഇത് കരുതി കൂട്ടിയാണ്, ഇത് വളരെ ആസൂത്രിതമാണ്, ഇത് അവിചാരിതമോ അല്ലെങ്കിലോ ഇത് കേവലം അറമ് വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലല്ല, അതൊന്നുമല്ല. ഇതിനൊക്കെ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ നിലനിർത്തി ചെയ്യാലോ. അതല്ല, വികസിപ്പിക്കാൻ എത്ര സ്ഥലം അപ്പുറത്തുണ്ട്. ഈ 2-3 സാധനത്തെ നശിപ്പിക്കണം. വഹാബികൾ വളരെ ആസൂത്രിതമായിട്ടാണ് മക്കയുടെയും മദീനയുടെയും ചരിത്രശേഷിപ്പുകൾ നശിപ്പിക്കുന്നത് എന്നീ ലേഖനത്തിലുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള പള്ളികള്, മക്ബറകള്, സ്മാരക മണ്ഡപങ്ങള്, മറ്റു ചിഹ്നങ്ങൾ എന്നിവയെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു എന്നിതിലുണ്ട്. വളരെ നിശബ്ദമായിട്ടാണ് വഹാബികൾ ഇതെല്ലാം ഇല്ലാതെയാക്കി ഇവിടെ പടുകൂറ്റൻ കെട്ടിടങ്ങളും ഷോപ്പിംഗ് മാളുകളും ഉണ്ടാക്കുന്നത് എന്നീ ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. 2015 സെപ്റ്റംബർ 11 നടന്ന ക്രെയിൻ ആക്സിഡന്റിൽ 107 പേർ മരിച്ചിട്ടും നശീകരണ പ്രവർത്തനം വഹാബികൾ നിർത്തുന്നില്ല എന്നീ ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ലേഖനം വരുന്നത് 2015 നവംബർ 19 ഫ്രാൻസിലെ ദി ആർട്ട് ന്യൂസ് പേപ്പറിലാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ശേഖരിക്കാൻ ലോകത്തെ പത്രപ്രവർത്തകരെയോ മറ്റോ വഹാബികൾ സമ്മതിക്കുന്നില്ല എന്നും ഈ ലേഖനം കുറ്റപ്പെടുത്തുന്നു. ഈ മാറ്റങ്ങൾ മക്കയുടെയും മദീനയുടെയും മദീനയെയും മക്കയെയും ചരിത്രമില്ലാത്ത നഗരമാക്കി മാറ്റും എന്നീ ലേഖനത്തിൽ പറയുന്നു. ശ്രദ്ധിക്കുക, ഇതിന് കാരണം സൗദി അറേബ്യയുടെ ഔദ്യോഗിക മതമായ വഹാബി വിശ്വാസമാണ് എന്നീ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നുള്ള ദി ആർട്ട് എന്ന ന്യൂസ് ഡെയിലിയിൽ വന്ന ലേഖനമാണിത്. വഹാബി പ്രസ്ഥാനത്തിന്റെ പിതാവായ 18-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വിശ്വാസപ്രകാരം ഇത്തരത്തിലുള്ള ചരിത്രശേഷിപ്പുകളെല്ലാം വിഗ്രഹാരാധനയാണെന്നാണ് എന്നീ ലേഖനത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് സൗദി നശിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇതൊക്കെ വിഗ്രഹാരാധനയാണ്. ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ ജനിച്ച വീട്ടിൽ ബർക്കത്തെടുക്കൽ അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ 82 സൂറത്തും ഫാത്തിഹ സൂറത്തും ഇറങ്ങിയ വീട്ടിൽ ബർക്കത്തെടുത്താൽ അത് വിഗ്രഹാരാധനയാണ് എന്നാണ് വഹാബി വിശ്വാസം എന്നീ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. വഹാബി പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം ആണ് ഇത്തരത്തിലുള്ള ചരിത്രശേഷിപ്പുകളെല്ലാം ഭരണാധികാരികൾ നശിപ്പിക്കുന്നത് എന്നീ ലേഖനത്തിൽ പറയുന്നുണ്ട്. വഹാബി പണ്ഡിതന്മാരുടെ കടുംപിടുത്തമാണ് ഇതിന് കാരണം എന്ന് പറയുന്നു. വഹാബിസത്തിന്റെ അതിരു കടന്ന ചിന്തകളാണ് ഇസ്ലാമിക ഭീകരവാദത്തിന് കാരണമായത് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നുള്ള ദി ആർട്ട് ന്യൂസ് ഡെയിലിയിൽ 2015 നവംബർ 18 വന്ന ലേഖനമാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. 2017 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ലേഖനം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മാഗസിനാണല്ലോ ടൈംസ് ഓഫ് ഇന്ത്യ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ലേഖനം വന്നിട്ടുണ്ട്. എന്താണ് ലേഖനത്തിന്റെ ഹെഡിങ്? ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്ലാംസ് സിവിലൈസേഷണൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്ലാംസ് സിവിലൈസേഷണൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നാണ് ഈ ലേഖനത്തിന്റെ ഹെഡിങ്. ഈ ലേഖനത്തിൽ പറയുന്നത് 1900 ലേഖനത്തിന്റെ ഒക്കെ കാണിക്കുന്നില്ലേ? 1925 ജന്നത്തുൽ ബഖിയും ജന്നത്തുൽ മുഹല്ലയും നശിപ്പിച്ചതിന്റെ വാർഷിക ദിവസം ജൂലൈ 3, 2017 ജൂലൈ 3 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ ലേഖനം. വളരെ ചിന്തിക്കണം. ടൈംസ് ഓഫ് ഇന്ത്യ ഇത് ലേഖനം എഴുതിയിട്ട് പോലും നമ്മുടെ നാട്ടിൽ ചർച്ചയില്ലല്ലോ. അതാണ് വേദന. ടൈംസ് ഓഫ് ഇന്ത്യ 2017 ജൂലൈ 3 ലേഖനം എഴുതിയിട്ട് പോലും നമ്മളെ നാട്ടിലെ എഴുത്തുകാർ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ല. ഇതെന്തൊരു കാര്യമാണ്, എന്തൊരു ദുരന്താണ്, എത്ര വലിയ ദുരന്താണ്. അതിനെല്ലാം ഒരു അടിസ്ഥാന കാരണം. എന്താ കാരണം എന്നറിയോ? എല്ലാ മൂവ്മെന്റിന്റെയും മേൽത്തട്ട് വഹാബികളെ കയ്യിലാണ്. അതന്നെ കാരണം. ഓക്കെ, ഇവിടെ പത്രങ്ങൾ, മുസ്ലിം പത്രങ്ങൾ കുറേ ഉണ്ടല്ലോ, ഒരു ലേഖനം വന്നില്ല. എന്തുകൊണ്ട്? വഹാബികള് അവരുടെ ഫ്രെയിമിലിട്ട സ്ക്രീൻ ചെയ്ത ലേഖനങ്ങൾ മാത്രമേ ന്യൂസിന് കിട്ടൂ എന്നാണ് അതിന് കാരണം. അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ ലേഖനം എഴുതിയിട്ട് പോലും നമ്മുടെ പത്രങ്ങളിൽ അവർ ലേഖനം വന്നില്ല. ഇതിന്റെ വേദന എത്രയാണ്? ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്ലാംസ് സിവിലൈസേഷണൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇസ്ലാമിന്റെ സാംസ്കാരികവും നാഗരികവുമായ
പൗരാണിക നിർമ്മിതികൾ തകർക്കുന്നു എന്നാണ് ഈ ലേഖനം പറയുന്നത്. ഇതാണ് ലേഖനത്തിന്റെ പേര്. 1925 ജന്നത്തുൽ മുഅല്ലയും ജന്നത്തുൽ ബഖിയും നശിപ്പിച്ച കാര്യം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2017 ജൂലൈ 3-ാം തീയതിയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഈ ലേഖനം. മുസ്ലിങ്ങൾ ബാബരി മസ്ജിദ് തകർത്തതിനെതിരെയും അമേരിക്കയിൽ ഒരു പാസ്റ്റർ ഖുർആൻ കത്തിച്ചതിനെതിരെയും പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതുപോലെ ഗൗരവമായി മക്കയിലും മദീനയിലും വഹാബികൾ തകർക്കുന്ന പൈതൃകത്തിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് ലേഖനത്തിൽ പറയുന്നു. 1925 വഹാബികൾ ഇങ്ങനെയുള്ള തകർക്കൽ നടത്തിയപ്പോൾ ലക്നൌവിലെ മുസ്ലിങ്ങൾ പ്രതിഷേധ സംഘം നടത്തുകയും ലക്നൌവിലെ സുന്നി പണ്ഡിതനായ മൗലാന അബ്ദുൽ ബാരി ഫീരംഗി മഹൽ ഇതിനെതിരെ വഹാബികൾക്ക് കത്തെഴുതിയിരുന്നെങ്കിലും അതിനുശേഷം ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അവസാനമായി ഇന്ത്യയുടെ മുസ്ലിമീങ്ങൾ വഹാബികൾക്കെതിരെ ഒരു പ്രതികരണം നടത്തിയത് 1925 എന്നീ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട് തകർത്ത് കക്കൂസാക്കിയതും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട് ഹിൽട്ടൺ ഹോട്ടലാക്കിയതും പാരീസ് ഹിൽട്ടൺ എന്ന നീലച്ചിത്ര നടിയുടെ കട ഹറമിൽ തുടങ്ങിയതുമെല്ലാം ഈ ലേഖനത്തിലുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വീട് പൊളിച്ചിട്ട് 1989 ലേഖനം കാണിക്കുന്നില്ലേ? 1989 മുതൽ അത് കക്കൂസാണ് എന്ന കാര്യം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ലേഖനം വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മൾ അത് ചർച്ചയില്ല. എന്തുകൊണ്ട്? ഒക്കെ വഹാബി പറയുമ്പോൾ നമുക്ക് നടക്കുള്ളൂ. ഒക്കെ വഹാബി പറഞ്ഞു. ഈ ലേഖനം വരുന്നത് 2017. ഈ ലേഖനം വരുന്നത് 2017 ജൂലൈ 3-ാം തീയതിയാണ് ഈ ലേഖനം വരുന്നത്. കഴിഞ്ഞില്ല. 2018 അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ വിഷയത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. Exploring the perspectives of Saudi states, destruction of holy sites, justifications and motivations എന്നാണ് ഈ ലേഖനത്തിന് പേര്. വളരെ ദീർഘമായ ഒരു ലേഖനം. Exploring the perspectives of Saudi states, destruction of holy sites, justifications and motivations എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. എന്താണ് ഈ ലേഖനത്തിൽ പറയുന്നത്? ഇസ്ലാമിക വിശുദ്ധ സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുന്നതിന് പിന്നിൽ സൗദി സർക്കാരിന്റെ പ്രചോദനം എന്ത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് ഹെഡിങ്ങിന്റെ അർത്ഥം? എക്സ്പ്ലോറിംഗ് ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് സൗദി സ്റ്റേറ്റ്സ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹോളി സൈറ്റ്സ്, ജസ്റ്റിഫിക്കേഷൻസ് ആൻഡ് മോട്ടിവേഷൻ. എന്നാൽ അതായത് ഇതൊക്കെ തകർക്കുന്നതിന്റെ പിന്നിൽ അവരുടെ നീതീകരണവും പ്രചോദനവും എന്താണ് അവരുടെ വീക്ഷണം എന്താണ് എന്നതാണ് ഈ വിഷയത്തിൽ ഒരു ഗവേഷണം നടത്തിയ പ്രബന്ധം അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 2018 ജനുവരിയിൽ ഈ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രബന്ധത്തിൽ പറയുന്നത് എന്താ? ഇസ്ലാമിക വിശുദ്ധ സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം വഹാബിസമാണെന്ന് ഈ ലേഖനത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ച പ്രബന്ധം 2018 ജനുവരി. ഇതിനെല്ലാം കാരണം ഒരേ ഒരു കാരണം അത് വഹാബിസമാണ് എന്നീ ലേഖനത്തിൽ. 1200-ലേറെ വർഷങ്ങളായി മുസ്ലിം ഭരണാധികാരികൾ വളരെ പണവും സമയവും ചെലവഴിച്ച് നിലനിർത്തിപ്പോന്ന ഈ വിശുദ്ധ സ്ഥലങ്ങൾ വഹാബി വിഭാഗത്തിലുള്ള ചില പണ്ഡിതരുടെ കടുംപിടുത്ത താല്പര്യപ്രകാരമാണ് സർക്കാർ നശിപ്പിക്കുന്നത് എന്നീ ലേഖനത്തിലുണ്ട്. 2018 ജനുവരിയിലാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഈ പ്രബന്ധം. 2020 ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരാ. ഇനിയുമുണ്ട്. ഞാൻ ചിലത് മാത്രം കാണിച്ചാണ്. 2000 പഠിക്കുന്നവർക്ക് പഠിക്കാലോ എന്ന് വിചാരിച്ച് കാണിച്ചു. 2020 സെപ്റ്റംബർ 17 അമേരിക്കയിലെ കൊയ്നീർ മാഗസിനിൽ ഈ വിഷയത്തിൽ ലേഖനം വന്നിട്ടുണ്ട്. 2020 സെപ്റ്റംബർ 17 ഡെമോളിഷൻ ഓഫ് ഹോളി പ്ലേസസ് മക്ക മദീന എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. കാണിക്ക. ഡെമോളിഷൻ ഓഫ് ഹോളി പ്ലേസസ് മക്ക മദീന എന്നാണ് ആ ലേഖനത്തിന്റെ ഹെഡിങ്. ഈ ലേഖനത്തിൽ പറയുന്നത് കഴിഞ്ഞ 200 കൊല്ലത്തിലധികമായി സൗദിയിൽ തുടർച്ചയായി വിശുദ്ധ സ്ഥലങ്ങളുടെ തകർക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്.
ഇതിന് കാരണമായത് 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അറേബ്യയിൽ നിന്നും പുറത്തു വന്ന ഇസ്ലാമിന്റെ വികൃതമാക്കപ്പെട്ട ഒരു വ്യാഖ്യാനമാണ്, അതായത് വഹാബിസമാണ് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. ഡെമോളിഷൻ ഓഫ് ഹോളി പ്ലേസസ് മക്ക മദീന എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ്. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അറേബ്യയിൽ നിന്ന് പുറത്തുള്ള ഇസ്ലാമിന്റെ വികൃതമാക്കപ്പെട്ട ഒരു വ്യാഖ്യാനമുണ്ട്, അതാണ് വഹാബിസം. ഈ വഹാബിസം മാത്രമാണ് ഇതിന് കാരണം എന്ന് പറയുന്നു. പ്രവാചകന്റെ പുണ്യ റസൂലുള്ളാഹിയുടെ ജന്മസ്ഥലം അവിടുന്ന് താമസിച്ചിരുന്ന സഹധർമ്മിണിയും താമസിച്ചിരുന്ന വീട്, സ്വഹാബികളുടെ വീടുകളെ, ചരിത്ര സ്മാരകങ്ങളെ എല്ലാം തകർത്തു തരിപ്പണമാക്കി എന്നീ ലേഖനത്തിലുണ്ട്. 1806 തകർക്കലും 925-26 തകർക്കലും ഇതിൽ പറയുന്നുണ്ട്. 1000 ആദ്യം ഒന്നാം സൗദി സ്റ്റേറ്റിന്റെ കാലത്ത് 1806 തകർത്തിട്ടുണ്ട്. അത് അവരെ 1818 പുറത്താക്കിയിട്ട് തുർക്കി ഖലീഫമാരും മുഹമ്മദ് അലി പാഷയും കൂടി പുനർനിർമ്മിച്ചു 1837 വരെ. പിന്നെ അവർ തകർക്കുന്നത് 925-26 23 ശേഷം മക്കയിലും മദീനയിലും ഒക്കെ അധികാരം കിട്ടിക്കൊണ്ടിരിക്കുക. മക്ക എന്നല്ല, ജിദ്ദ, മക്ക അങ്ങനെ കയറി വരുന്നത് 23 മുതൽ 923 മുതൽ ബ്രിട്ടന്റെ ഒരു പ്രത്യേകമായ താല്പര്യം ഇവർക്കുണ്ടാവുകയും ബ്രിട്ടൻ മുസ്ലിം ലോകത്തെ ഫലസ്തീൻ ഇവർക്ക് ഒറ്റിക്കൊടുക്കുകയും ഇവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്ത കാരണത്താൽ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യം ഹുസൈൻ ഇബ്നു അലിയെ പുറത്താക്കിയിട്ട് വഹാബികൾക്ക് 923 മുതൽ എല്ലാ വിശുദ്ധ സ്ഥലങ്ങളും ബ്രിട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ കയറി വരുന്ന പ്രധാനപ്പെട്ട കാലം 25-26 അന്ന് തകർത്ത കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഇതേ വഹാബി ചിന്താധാരയാണ് മുസ്ലിം ലോകത്തിൽ നിന്ന് ഭീകരവാദം സൃഷ്ടിച്ചത് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. മുസ്ലിമീങ്ങൾ ഇന്ന് വലിയ നശീകരണത്തിന്റെ മുന്നിലാണ്. കാരണം എന്താ? ഭീകരവാദം. ഈ ഭീകരവാദത്തിന് പിതാക്കളാര വഹാബികൾ മാത്രം എന്നീ ലേഖനം. എല്ലാ ഭീകരവാദ സംഘടനകളും വഹാബിയത്താണ്, എല്ലാം അത് ലേഖനത്തിൽ പറയുന്നു. അൽ ഖ്വയ്ദ, ലഷ്കർ എ ത്വയ്ബ, ബോക്കോ ഹറം, ഐസിസ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ അടിസ്ഥാന തത്വസംഹിത വഹാബിസമാണ് എന്നീ ലേഖനത്തിലുണ്ട്. അബൂബക്കർ ബഗ്ദാദിയുടെ ISIS 20 ലക്ഷം മുസ്ലിങ്ങളെയാണ് ഇറാഖിലും സിറിയയിലും ആയി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൊന്നത് എന്നീ ലേഖനത്തിലുണ്ട്. അമേരിക്കയിലെ പൊയ്നീർ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണിത്. ഡെമോളിഷൻ ഓഫ് ഹോളി പ്ലേസസ് മക്ക മദീന എന്നാണ്. മക്ക മദീനയിലെ വിശുദ്ധ സ്ഥലങ്ങൾ തകർക്കുന്നതിനെ കുറിച്ചാണ് ഈ ലേഖനം. ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് വഹാബി ഭീകര സംഘടനയായ ISIS കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ സിറിയയിലും ഇറാഖിലുമായി 20 ലക്ഷം മുസ്ലിമീങ്ങളെ കൊന്നിട്ടുണ്ട് എന്നാണ്. 20 ലക്ഷം. ഇതൊന്നും നമുക്ക് വിഷയമല്ല, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. ചുരുക്കത്തിൽ മുസ്ലിങ്ങളല്ലാത്ത അനവധി ആളുകൾ ഈ വിഷയത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെതല്ലാത്ത പത്രങ്ങളിൽ, മാഗസിനുകളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. കുവൈത്തിലെ മിനിസ്റ്ററായിരുന്ന യൂസുഫ് ഹാഷിം റിഫായി വഹാബികൾക്ക് എഴുതിയ ഒരു തുറന്ന കത്താണ് ഈ പുസ്തകം. കുവൈത്തിലെ മന്ത്രിയായിരുന്ന ഒരു സുന്നി പണ്ഡിതനായിരുന്ന നസീഹത്തുൽ ഉലമാ ലി ഇഖ്വാനിനാ ഉലമാഇ നജ്ദ്, നസീഹത്തുൽ ലി ഇഖ്വാനിനാ ഉലമാഇ നജ്ദ് എന്ന പേരിൽ കുവൈത്തിൽ മിനിസ്റ്ററായിരുന്ന സുന്നി പണ്ഡിതനുമായിരുന്ന യൂസുഫ് ഹാഷിം റിഫായി എഴുതിയ തുറന്ന കത്താണ് ഇത്. വഹാബികൾക്കെതിരെ എഴുതിയ തുറന്ന കത്ത്, നസീഹ ലി ഇഖ്വാനിനാ ഉലമാഇ നജ്ദ് എന്ന പേരിൽ ഉള്ള തുറന്ന കത്താണ് ഇത്. ഈ കത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. റളീതും, വഹാബി പണ്ഡിതന്മാരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലോ. വലം തുആരിളു ഹദ്മ ബൈത്ത് സയ്യിദ ഖദീജ, ഖദീജ ബീവിയുടെ വീട് പൊളിച്ചപ്പോൾ നിങ്ങൾ ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ലല്ലോ. തുറന്ന കത്ത് ആരുടെ? യൂസുഫ് ഹാഷിം റിഫായിയുടെ. കുവൈത്ത് 2018 ഈ മഹാൻ മരിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണില്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? യൂസുഫ് ഹാഷിം റിഫായിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുക ജസ്റ്റ്. യൂസുഫ് ഹാഷിം റിഫായി മരിക്കുന്നത് 2018. അദ്ദേഹം നേരത്തെ ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. വഹാബി പണ്ഡിതന്മാർക്ക് എൻ്റെ ഒരു സതുപദേശം,
എന്ന് പറഞ്ഞിട്ടൊരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട് വഹാബികൾക്ക് മക്കായിലും മദീനയിലുമുള്ള വഹാബികൾക്ക് എതിരെ പുസ്തകം ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. കുവൈത്തിലെ സുന്നി പണ്ഡിതനായിരുന്ന മിനിസ്റ്ററുമായിരുന്ന യൂസുഫ് ഹാഷിം റിഫായി ആ തുറന്ന കത്തിലുള്ള കാര്യം ഇങ്ങനെയാ: റളിയത്തും, നിങ്ങൾ പൊരുത്തപ്പെട്ടല്ലോ ജനങ്ങളെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലോ ജനങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? എന്തിനു പൊരുത്തപ്പെട്ടു? വലം തുആരിളും, നിങ്ങൾ ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ലല്ലോ. ഹദ്മ ബൈത്തി സയ്യിദ ഖദീജത്തുൽ കുബ്രാ ഉമ്മിൽ മുഅ്മിനീൻ വൽ ഹബീബത്തുൽ ഊല, പുണ്യ റസൂലുള്ളാഹിയുടെ ഹബീബ, റസൂലുള്ളാഹിയുടെ ഹബീബത്ത് എന്ന് പറഞ്ഞാൽ വല്ലാഹു മഅതാനി റബ്ബി മിസ്ലഹാ, അതന്നെ യൂസുഫ് റിഫായി തന്നെ. യൂസുഫ് ഹാഷിം റിഫായി ആണ് ആ ഫസ്റ്റിൽ കാണുന്ന ഫോട്ടോ. അദ്ദേഹത്തിന്റെ അല്ലത് അദ്ദേഹത്തിനാണ് യൂസുഫ് ഹാഷിം റിഫായിയുടെ ഫോട്ടോ. അദ്ദേഹത്തിന്റെ ലേഖനമാണിത്. ഈ ലേഖനത്തിന് അവതാരിക എഴുതിയത് ഷഹീദായ വഹാബികൾ കൊന്നിട്ടുള്ള റമളാൻ മൂർത്തിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. സുന്നത്ത് ജമാഅത്തിന്റെ വലിയ സിറിയൻ പണ്ഡിതനും സിറിയയിലെ മുഫ്തിയുമായിരുന്ന മഹാനായ അസ്സയ്യിദ് റമളാൻ മൂർത്തിയാണ് ഈ തുറന്ന കത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത്. ഞാൻ പിന്നീട് പറയാം. വഹാബികൾ കൊന്ന റമളാൻ മൂർത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലേഖനത്തിൽ പറയുന്നതാണ്: റളിയത്തും, വഹാബികളെ നിങ്ങൾ പൊരുത്തപ്പെട്ടല്ലോ. വലം തുആരിളു, നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചില്ലല്ലോ. ഹദ്മ ബൈത്തി സയ്യിദ ഖദീജത്തുൽ കുബ്രയുടെ വീട് തകർത്തപ്പോൾ ഉമ്മിൽ മുഅ്മിനീനായ ഖദീജ വൽ ഹബീബത്തുൽ ഉലാ റസൂലില്ലാഹ്, പുണ്യ റസൂലുള്ളാഹിയുടെ ഹബീബത്തുൽ ഉലാ, ഹബീബിന് ഖദീജ ബീവിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തീരുവില്ല. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞിട്ടുണ്ട്: അല്ലാഹു ഖൈറൻ മിന്ന, ആ തൊണ്ടിയേക്കാൾ നല്ല പെണ്ണുങ്ങളെ പഠിച്ചവങ്ങൾക്ക് തന്നില്ലേ നബിയെ എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫ ഹബീബ നബി ദേഷ്യപ്പെട്ടു. അതിനേക്കാൾ നല്ലത് പോയിട്ട് അങ്ങനത്തെ ഒന്നിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പുണ്യ റസൂൽ. നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഖദീജയുടെ വീട് കക്കൂസാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? നിങ്ങൾ ഇസ്ലാമിന്റെ, നിങ്ങൾക്ക് എന്ത് ഇസ്ലാമാണ്? ഇത് സുന്നി പണ്ഡിതനായിരുന്ന കുവൈത്തിലെ മിനിസ്റ്ററായിരുന്ന യൂസുഫ് ഹാഷിം റിഫായി എഴുതിയതാണ്. വഹാബി പണ്ഡിതന്മാരെ, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൂടെ നിന്നോർത്തില്ലേ? എന്തിന്? ഹദ്മ ബൈത്തി സയ്യിദ ഖദീജത്തുൽ കുബ്രാ ഉമ്മുൽ മുഅ്മിനീൻ വഹബീബത്ത് റസൂലില്ലാഹ് ഹബീബത്തുൽ ഊലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ പറഞ്ഞ പച്ചവെള്ളം ദാഹിച്ചവന് പച്ചവെള്ളത്തിനേക്കാൾ ഇട്ടാണ് ഖദീജ ബീബി റസൂലുള്ളാഹ്. പിൽക്കാലത്ത് ആരുടെങ്കിലും ദേഷ്യപ്പെട്ടാൽ സ്വഹാബികൾക്കൊരു പതിവുണ്ടായിരുന്നു. അവർ മെല്ലെ 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 വന്ന് അടുത്തിരുന്നിട്ട് അവർ ഖദീജ ബീവിയെ പ്രശംസിക്കാൻ തുടങ്ങും. അപ്പോഴത്തിന് വിശിരിച്ചു. ആരോടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഹബീബായ നബി ദേഷ്യപ്പെട്ടാൽ സ്വഹാബികൾക്കൊരു പതിവുണ്ടായിരുന്നു. എൻ്റെ അവർ ഹബീബിലേക്ക് വരും, എന്നിട്ട് പറയും അങ്ങനെ പറയും. അത് രണ്ട് വാക്ക് പറയുമ്പോൾ ദേഷ്യപ്പെട്ട ദേഷ്യം എവിടെ പോയെന്നറിയില്ല. ഖദീജയുടെ പ്രശംസ ആര് പറഞ്ഞാലും ലഭിച്ചിരിക്കും. അത്ര ഇഷ്ടം. വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഖദീജ ബീവിയുടെ സ്നേഹിതകൾക്ക് കൊടുത്തേക്കും. പറയും അത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഖദീജന്റെ വീട്ടിൽ വരുന്ന പെണ്ണായിരുന്നു. ഈ വീടാണ് ഇപ്പൊ കക്കൂസ്. ഖദീജയും ഞാനും ആ വീട്ടിൽ പാർത്തിരുന്ന കാലത്ത് ഇടയ്ക്കിടെ ആ വീട്ടിൽ വന്നിരുന്ന പെണ്ണായിരുന്നു. ഈ ഭക്ഷണം ആ പെണ്ണിന് എത്തിച്ചു കൊടുക്ക്, ആടർത്താൽ ആ മാംസം എത്തിച്ചു കൊടുക്ക്, ഒരു പ്രധാനപ്പെട്ടത് കിട്ടിയാൽ കൊടുക്ക്. ഖദീജ, അത് ഖദീജയുടെ ചങ്ങാഴ്ചയാണ്. ഞങ്ങളെ വീട്ടിലേക്ക്, ഖദീജയും ഞാനും പാർത്തിരുന്ന വീട്ടിലേക്ക് ആ കാലത്ത് വന്നിരുന്ന പെണ്ണാണ്. അതെനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതാണ്
കക്കൂസ്. എത്ര സ്വാലിഹ്യങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഹറമിൽ അവർ കക്കൂസ് പോകില്ല ഈ ഏരിയയിൽ. എന്തുകൊണ്ട്? പേടിച്ചിട്ട്. യൂസുഫ് ഹാഷിം റിഫായി പറയാ, റളിയത്തും വഹാബികളെ, നിങ്ങൾക്ക് എന്ത് ദീനാണ് വഹാബികളെ?